ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നാം തുടരെ ചിന്തിച്ചു വരുന്നത് കയ്പ് എന്ന വിഷയത്തെക്കുറിച്ചാണ്. നിങ്ങൾക്ക് ഓർമ്മ കാണുമായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ആദ്യം കയ്പിനെക്കുറിച്ച് ചിന്തിച്ചത് ഹിസ്കിയ രാജാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോഴാണ്. ഹിസ്കിയ രാജാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. സമാധാനത്തിനായി എനിക്ക് അത്യന്തം കയ്പായത് ഭവിച്ചു എന്ന് ഹിസ്കിയ രാജാവ് പറഞ്ഞു. യെശയ്യാ 38 അധ്യായത്തിൽ 17 വാക്യം. സമാധാനത്തിനായി എനിക്ക് അത്യന്തം കയ്പായത് ഭവിച്ചു. ഈ രോഗം വന്നത് നന്നായി എന്നാണ് രാജാവ് പറയുന്നത്. അത്യന്തം കയ്പായത്, അത്യന്തം വേദനാകരമായ ഈ രോഗം, മാരകമായ രോഗം എനിക്ക് വന്നത് നന്നായി. എനിക്ക് സമാധാനത്തിനായി തീർന്നു. എൻ്റെ പാപങ്ങൾ എല്ലാം കർത്താവ് എറിഞ്ഞു കളഞ്ഞു. എൻ്റെ പാപങ്ങളെല്ലാം പിന്നിലേക്ക് മാറ്റിക്കളഞ്ഞു. എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയി പാപങ്ങളെല്ലാം ക്ഷമിച്ചു തന്നു. എന്തൊരു ഭാഗ്യമായിപ്പോയി. സമാധാനത്തിനായി എനിക്ക് അത്യന്തം കയ്പായത് ഭവിച്ചു. രണ്ടാമത് നാം ചിന്തിച്ചത് കയ്പ് എന്ന ആ ഒരു വിഷയത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ നാം ചിന്തിച്ചത് മാറായിലെ കയ്പ് വെള്ളം. ഇസ്രായേൽക്കാർ മരുഭൂമിയിൽ കൂടി പോവുകയായിരുന്നു. മരുഭൂമിയിൽ കൂടി പോകുമ്പോൾ മരുഭൂമിയിൽ അവർക്ക് വെള്ളമില്ലാതെ വലിഞ്ഞു പോയപ്പോഴുണ്ട് വെള്ളം ഓളം വെട്ടുന്നു. ചെന്നപ്പോൾ അവർ ആർത്തി കൊണ്ട് കുടിച്ചപ്പോൾ ഛർദ്ദിക്കാൻ തുടങ്ങി. കുടിക്കാൻ കഴിഞ്ഞില്ല. കയ്പ്, മാറായിലെ കയ്പ് വെള്ളം. ദൈവം കൽപ്പിച്ചതനുസരിച്ച് മോശ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു വൃക്ഷത്തിൻ്റെ കൊമ്പ് വെട്ടിയിട്ടു. ആ വൃക്ഷത്തിൻ്റെ കൊമ്പ് വെള്ളത്തിൽ ആസകലമുണ്ടായിരുന്ന കയ്പ് മുഴുവനും ആവാഹിച്ചെടുത്തു. ആ വൃക്ഷത്തിൻ്റെ കൊമ്പിൽ നിന്നുള്ള ചാറ് വെള്ളത്തിലേക്ക് പകർന്നു. മധുരജലമായി തീർന്നു. മാറയിലെ കയ്പ് വെള്ളം മധുരമായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. മൂന്നാമതായി നാം ചിന്തിച്ചത്, ദൈവത്തിന് സ്തോത്രം, കയ്പ്. രൂത്തിൻ്റെ ജീവിതത്തിൽ കയ്പ് വന്നു. രൂത്ത്, നവമിയും രൂത്തും. വേദപുസ്തകത്തിലെ രൂത്ത് എന്ന പേരിലുള്ള പുസ്തകത്തിൽ 3 വിധവമാർ, രൂത്ത്, ഓർപ്പ, നവമി. അമ്മയമ്മ നവമി വിധവ, രൂത്ത്, ഓർപ്പ, 2 പേരും മരുമക്കളായ പെൺമക്കൾ, 3 വിധവമാർ. ആ വീട്ടിൽ കയ്പ് വന്നു. എന്നാൽ കയ്പുള്ള ആ വീട്ടിൽ മധുരം പകർന്നു. ഒരു വീണ്ടെടുപ്പുകാരൻ വന്നു. വീണ്ടെടുപ്പുകാരനായ ബോവസുമായി ബന്ധപ്പെട്ടു. ബോവസിൻ്റെ കയ്യിൽ വേലക്കാരിയായി ചെന്നെങ്കിലും രൂത്ത് ബോവസിൻ്റെ മണവാട്ടിയായി മാറി. ബോവസ് രൂത്തിൽ ഓബേദിനെ ജനിപ്പിച്ചു. ഓബേദ് ഇശായി ജനിപ്പിച്ചു. ഇശായി ദാവീദിനെ ജനിപ്പിച്ചു. ദാവീദിൻ്റെ 14 തലമുറയിൽ യേശു ക്രിസ്തു ജനിച്ചു. ക്രിസ്തുവിൻ്റെ ഒരു അമ്മൂമ്മയാകാനുള്ള ഭാഗ്യം ഈ രൂത്തിനുണ്ടായി. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. നാം ഒന്നായി ഇങ്ങനെ ചിന്തിച്ച് വരികയാണ്. ഇപ്പോൾ നാം ചിന്തിക്കുന്നത് വല്ല കയ്പുള്ള വേരും മുളയ്ക്കരുത്. വല്ല കയ്പുള്ള വേരും മുളയ്ക്കരുത്. കയ്പുള്ള വേര് മുളച്ച് കലക്കം ഉണ്ടാക്കരുത്. ഏതാണ് കയ്പുള്ള വേര്? നമുക്ക് ആ വാക്യം എബ്രായ ലേഖനം 12 അധ്യായം 15 വാക്യം വായിക്കാം. 15-16 വാക്യം വായിക്കാം. ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള വേരും മുളച്ച കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും ആരും ദുർനടപ്പുകാരനോ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനോ ആയിത്തീരുകയും ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുവിൻ. ആരും ദൈവകൃപ പിന്മാറരുത്. ദൈവകൃപ പിന്മാറിയാൽ കയ്പുള്ള വേര് മുളയ്ക്കും. കയ്പുള്ള വേര് മുളച്ചാൽ അതിനാൽ ദുർനടപ്പുണ്ടാകും. ആരും ദൈവകൃപ പിന്മാറുകയും വല്ല കയ്പുള്ള വേര് മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും. ഒരാൾ മൂലം അനേകർ മലിനപ്പെടും. അതിനിട വരരുത്. ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള വേര് മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും. ആരും ദുർനടപ്പുകാരനാകരുത്. ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനുമായി തീരുകയും ചെയ്യാതിരിപ്പം കരുതിക്കൊള്ളുവീൻ. മധുരപായസത്തിന് വേണ്ടി വിലയേറിയ ജ്യേഷ്ഠാവകാശം ഏശാവ് അലക്ഷ്യമാക്കി കളഞ്ഞു. നമ്മിൽ പലരും ഇതെല്ലാം വായിച്ചു പോകുന്നുണ്ടെങ്കിലും അതിൻ്റെ ആഴങ്ങൾ ഗ്രഹിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഒന്ന് ചിന്തിച്ച് നോക്കൂ. പ്രകടമായ പാപമൊന്നും യേശാവിന് അവിടെ വന്നതായിട്ട് നാം കാണുന്നില്ല. പക്ഷേ അവിടെ കയ്പുള്ള വേര് മുളച്ചു. തുടർന്ന് നാം വായിക്കുന്നത് ഏശാവ് വൈരാഗ്യമുള്ളവനായി തീർന്നു. യാക്കോബിനോട് വൈരാഗ്യമുള്ളവനായി തീർന്നു. യേശാവിന് ന്യായം പറയാം. യാക്കോബ് എൻ്റെ ജ്യേഷ്ഠാവകാശം അവൻ അപഹരിച്ചുകൊണ്ടല്ലേ എനിക്ക് വൈരാഗ്യം വന്നത്. യാക്കോബ് എൻ്റെ സഹോദരൻ
വന്ന് എൻ്റെ പദവി നഷ്ടപ്പെടുത്തിയതുകൊണ്ടല്ലേ എനിക്ക് ദേഷ്യം വന്നത്. എനിക്ക് വൈരാഗ്യം വന്ന് ചുമ്മാ വന്നതല്ലല്ലോ. ന്യായം പറയാം, ന്യായം പറയാം. മനുഷ്യന് തെറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ന്യായമുണ്ട്, തെറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ന്യായീകരണമുണ്ട്, അല്ലേ? നിങ്ങൾ ചിന്തിച്ച് നോക്കൂ, നിങ്ങൾ ആരെല്ലാം ഏതെല്ലാം തെറ്റ് ചെയ്തിട്ടുണ്ടോ അതിനൊക്കെ ന്യായീകരണമുണ്ട്. സ്ത്രീ എന്തെങ്കിലും ഒരു കാര്യം തെറ്റ് ചെയ്തു, ഞാനൊരു സ്ത്രീയല്ലേ, ഞാൻ ബലഹീന പാത്രമല്ലേ, എനിക്ക് അത്ര വലിയ കഴിവുറ്റമുണ്ടോ, ഞാൻ തെറ്റ് വന്നുപോയി, ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അല്ല, ഒരു പുരുഷന് തെറ്റ് വന്നു, ഞാൻ മാലാഖിയൊന്നുമല്ലല്ലോ, മനുഷ്യനല്ലേ ബലഹീനതയുണ്ട്, ഞാൻ ബലഹീനതയുണ്ട്, ചില ബലഹീനതകളൊക്കെ ഉണ്ട്, ചില കുറവുകൾ എനിക്കുണ്ട്, ഇങ്ങനെ ന്യായീകരണം കാണും. അല്ല, എൻ്റെ ഭർത്താവ് അങ്ങനെ പെരുമാറിയാൽ എനിക്ക് ദേഷ്യം വരാതിരിക്കുമോ? ഞാൻ മിണ്ടാതിരുന്നു, ശരിയാ, തെറ്റാന്ന് എനിക്കറിയാം, മിണ്ടാതിരുന്നു, അദ്ദേഹം പറഞ്ഞ് അനുസരിക്കാതിരുന്നു. കാരണം എന്നോട് അങ്ങനെ പെരുമാറി, ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കുകയല്ലേ ചെയ്തുള്ളൂ, എന്നോട് അങ്ങനെ പെരുമാറിയാൽ, അത്രയും ക്രൂരമായി എന്നോട് പെരുമാറിയാൽ എനിക്ക് ദേഷ്യം വരാതിരിക്കുമോ? അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് ചോറ് വിളമ്പി കൊടുത്തില്ല, അതുകൊണ്ട് ഞാൻ ഊണ് കഴിക്കാതെ, ഞാൻ ഭക്ഷണം കഴിക്കാതെ 2-3 ദിവസം ഇരുന്നു, ഞാൻ മിണ്ടാതിരുന്നു, ഞാൻ മുഖം വീർപ്പിച്ചിരുന്നു. സ്നേഹിതരെ, നമുക്കെല്ലാം ന്യായങ്ങളുണ്ട്. ഏത് തെറ്റ് ചെയ്താലും അത് ന്യായീകരണം കണ്ടെത്തും. ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ? ഞാൻ തെറ്റുകാരൻ, ഞാൻ തെറ്റുകാരി, എനിക്ക് പാപമുണ്ട്. പറ്റുമോ നിങ്ങൾക്ക്? മറ്റാരുടെയും പാപം നോക്കരുത്, മറ്റുള്ളവരുടെ തെറ്റ് ഞാൻ കാണരുത്. ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ കുറിച്ചിട്ട് കൊള്ളുക. മറ്റാരുടെയും തെറ്റ് കാണരുത്. എനിക്ക് വൈരാഗ്യം വന്നതിന് ഇന്ന കാരണമുണ്ട്, എനിക്ക് കോപം വന്നതിന് ഇന്ന കാരണമുണ്ട്, എനിക്ക് അശുദ്ധ വികാരങ്ങൾ വന്നതിന് ഇന്ന കാരണമുണ്ട്. വേണമെങ്കിൽ ഇപ്പോൾ പറഞ്ഞു വന്ന് കൂട്ടായ്മയുള്ളവർ പറയും, അവർ പല വാക്യങ്ങളൊക്കെ കേട്ടതുകൊണ്ട്, അതേ പിശാചിൻ്റെ ആക്രമണമാണ്, എനിക്ക് പാവം വന്നത്, പിശാച് എന്നെ വഞ്ചിച്ചു, പിശാചിൻ്റെ ആക്രമണം, ഞാൻ എന്തു ചെയ്യും? ഇങ്ങനെ പറയുന്ന കൂട്ടായ്മക്കാരുണ്ട്. പിശാചിൻ്റെ ആക്രമണമാണ് ശരി, പക്ഷേ പിശാചിലും കുറ്റം ചാരമൊക്കെ ഇല്ല. നിൻ്റെ പാവം നീ കണ്ടെത്തണം. പാവം വാതിക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിന്നോടാകുന്നു, നീയോ അതിനെ ജയിക്കേണ്ടതാകുന്നു. പാവം വാതിക്കൽ കിടക്കുന്നു, നിനക്ക് മനസ്സിലായില്ലേ അത് പാവമാണെന്ന്? പാവമാണെന്ന് അറിയാതെയാണോ നീ വീണത്? അത് തെറ്റാണെന്ന് അറിയാതെയാണോ തെറ്റിൽ പോയത്? പാപം വാതിക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിങ്കിലേക്കാകുന്നു, നീയോ അതിനെ ജയിക്കേണ്ടതാകുന്നു. വ്യക്തമായി സൂചന കത്താവുന്നു, ഇന്നത് പാപമാണ്, ഇല്ലേ? ഇന്നത് പാപമാണെന്ന് അറിയാതെ പാപം ചെയ്യുന്നവരാരെങ്കിലും ഉണ്ടോ? ഈ കൂട്ടായ്മയിലുള്ളവരാരും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഇന്നത് പാപമാണെന്ന് അറിയാതെ പിന്നെയും പാപം ചെയ്യുന്നവർ അനേകരും പാപമാണെന്ന് അറിഞ്ഞ് തന്നെയാണ് പാപം ചെയ്യുന്നത്, തെറ്റാണ് എന്ന് അറിഞ്ഞുകൊണ്ട്. അതാണ് പരിശുദ്ധാത്മാവിനെതിരായ പാപം. പരിശുദ്ധാത്മാവിനെതിരായ പാപം ഇന്നത് പാപമാണെന്ന് പരിശുദ്ധാത്മാവ് ഓർമ്മ തന്നിട്ടും പിന്നെയും പാപം ചെയ്യുന്നതാണ് പരിശുദ്ധാത്മാവിനെതിരായ പാപം. ഇഹത്തിലും പരത്തിലും മോചിക്കാത്ത പാപം എന്ന് കർത്താവ് പറഞ്ഞത്. പരിശുദ്ധാത്മാവിനെതിരായ പാപം അനേകർ വന്നിരിക്കുന്നു. പാപമാണ് എന്നറിയാം, അരുത് എന്ന് ശാസനകൾ കിട്ടി, അത് പാടില്ല എന്ന് ശാസനകൾ കിട്ടി, പിന്നെയും ആ പാവം ആവർത്തിച്ചു. അപ്പോൾ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നു, പരിശുദ്ധാത്മാവ് വിട്ടുപോകുന്നു, പരിശുദ്ധാത്മാവ് കെട്ടുപോകുന്നു, പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നു, പരിശുദ്ധാത്മാവ് കെട്ടുപോകുന്നു, പരിശുദ്ധാത്മാവ് വിട്ടുപോകുന്നു. പടിപടിയായിട്ട് ഇതെല്ലാം സംഭവിക്കും. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൻ്റെ ആഴങ്ങളിലേക്ക് നോക്കി കിടക്കണം, ആഴങ്ങളിലേക്ക് നോക്കി പോകണം. നാം സാധാരണക്കാരായ വിശ്വാസികളല്ല. എൻ്റെ ദൈവത്തിന് സ്തോത്രം. നാം ഒരു ശരാശരി ക്രിസ്ത്യാനികളല്ല. നാം ഒരു ഉയർന്ന നിലവാരത്തിലാണ് നാം ചിന്തിക്കുന്നത്. ഉയർന്ന നിലവാരം. ഇനിയും നിങ്ങൾ വൈകരുത്, ഈ നിലവാരത്തിലേക്ക് ഉയരാൻ വൈകരുത്. നിങ്ങൾ താണ നിലവാരത്തിലൂടെ ഒഴുകരുത്. ഉയർന്ന തലത്തിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലണം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ന്യായീകരണം കാണരുത്. എനിക്ക് വിശന്നതുകൊണ്ടല്ലേ ഞാൻ പായസം കുടിക്കാൻ നോക്കിയത്, പായസം കുടിക്കുന്ന പാവമാണോ ചോദിക്കാൻ വേണമെങ്കിൽ ഞാൻ എൻ്റെ സഹോദരനോട് ചോദിച്ചു എന്നല്ലേ ഉള്ളൂ. അതിൽ തെറ്റെന്താണ്? പിന്നെ ജ്യേഷ്ഠാവകാശം ലക്ഷ്യമാക്കിയെന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠാവകാശം കൊണ്ട് ഇപ്പോൾ എനിക്ക് എന്നാ പ്രയോജനം? എനിക്ക് ജ്യേഷ്ഠാവകാശം ഉണ്ടെന്നുള്ളത് എനിക്ക് എന്നാ പ്രയോജനം? ഞാൻ നോക്കിയിട്ട് പ്രയോജനമില്ല. അതുകൊണ്ട് ഞാൻ ജ്യേഷ്ഠാവകാശം ലക്ഷ്യമാക്കി. ജ്യേഷ്ഠാവകാശം കൊടുത്താൽ എന്താ? സാരമില്ല. ഞാൻ രസകരമായ കഥ കേട്ടിട്ടുണ്ട്. വളരെ കൊച്ചുകുട്ടികൾക്കുള്ള കഥയാണ്, നടന്നതൊന്നുമല്ല കേട്ടോ, വെറും കഥ, കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയുള്ള കഥയാണ്. ഒരു കഴുകൻ ഇങ്ങനെ മുകളിൽ കൂടി വട്ടമിട്ട് പറക്കുകയായിരുന്നു. കഴുകൻ പറക്കുന്നു. അവനിങ്ങനെ താഴെ എന്തെങ്കിലും തിന്നാനുണ്ടോയെന്ന് നോക്കി നടക്കുക. നല്ല വിശപ്പ് കഴുകന്, നല്ല വിശപ്പ്. ഒന്നും കിട്ടിയില്ല അന്ന്. താഴെ ഒന്നും കിട്ടിയില്ല. അവനിങ്ങനെ വിശന്ന് പൊരിഞ്ഞ് പറക്കുമ്പോഴുണ്ട് താഴെ കാട്ടിൽ എന്തോ ഒരു ജീവി ഇങ്ങനെ അനക്കുന്നത് കണ്ടു. അവൻ പയ്യെ കഴുകൻ പറന്ന് ഒരു കുറുക്കനാണ്. കഴുകനറിയാം, കുറുക്കൻ്റെ അടുക്കൽ ചെന്ന് വീണ ചിലപ്പോൾ കുറുക്കൻ കടിച്ച് കൊല്ലും ചിലപ്പോൾ. പക്ഷേ പറക്കാം, രക്ഷപ്പെടാം. എന്നാലും സൂക്ഷിച്ച് വേണം. കഴുകൻ പയ്യെ പറന്നങ്ങ് താണപ്പോൾ കഴുകന് മനസ്സിലായി കുറുക്കൻ ചില പുഴുക്കളെ പിടിച്ച് വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുക. പുഴുക്കളെ പിടിച്ച് വിൽക്കുന്നു. കഴുകന് സന്തോഷമായി. കഴുകൻ ചോദിച്ചു,
സ്നേഹിതായി, എനിക്ക് നീ ഏതായാലും ഈ വിൽപ്പനയ്ക്ക് ഇരിക്കുകയാണല്ലോ, എനിക്ക് കുറച്ച് പുഴുക്കളെ എനിക്ക് തരാമോ? വിൽക്കുകയാണ്, അതിന് വില തരണം. വില തരണം, അല്ലാതെ വിൽക്കില്ല. തരാം, പുഴുക്കളെ തരാം, വില തരണം. എനിക്ക് വില തരാനൊന്നുമില്ല, ഞാനൊരു പാവം കഴുകനല്ലേ. നിനക്ക് എന്താ ഉള്ളതെന്ന് വെച്ചാൽ തരിക. കഴുകൻ നോക്കി, കഴുകൻ്റെ നല്ല വിശാലമായ ചിറയിൽ നല്ല കരുത്തുള്ള തൂവൽ. കഴുകൻ പറഞ്ഞു, എൻ്റെ ഈ തൂവൽ നല്ല കരുത്തുള്ളതാണ്, ഈ തൂവൽ വേണമെങ്കിൽ ഒരെണ്ണം പറിച്ച് തരാം. ശരി, ഒരു തൂവൽ തരിക. ഒരു തൂവൽ പറിച്ച് കൊടുത്തു. കഥയാണേ. വീണ്ടും പുഴുക്കളെ കിട്ടിയപ്പോൾ നല്ല രസം, നല്ല രുചി. എനിക്ക് കുറച്ചുകൂടി തരാമോ? തരൂ, നിൻ്റെ ആ തൂവൽ ഒരെണ്ണം തരൂ. വീണ്ടും തൂവൽ കൊടുത്തു. തിന്നു വരുമ്പോഴേക്കും രസം കൂടി വന്നു. തൂവലുകളെല്ലാം കഴുകൻ പറിച്ചു കൊടുത്തു. വിശപ്പ് മാറി. തൂവലെല്ലാം പോയപ്പോൾ കുറുക്കൻ തക്കം നോക്കി നിൽക്കുകയായിരുന്നു. അതിനുവേണ്ടി കുറുക്കൻ കാത്തിരിക്കുകയായിരുന്നു. കഴുകൻ പറക്കില്ല, പറന്ന് പൊങ്ങില്ല. കുറുക്കൻ, ഇപ്പോൾ നിൻ്റെ തൂവലെല്ലാം എൻ്റെ കയ്യിലായില്ലേ, ഇനി നീ തിന്നല്ലോ പുഴുക്കളെയല്ല, ഇനി നിന്നെ ഞാൻ തിന്നാൻ പോവുകയാണ്. കുറുക്കൻ കഴുകനെ വെച്ച് ആടി വീണു. കഴുകനെ കുറുക്കൻ തിന്നു. ഇതൊരു കഥയാണ്. ഈ വിലപ്പെട്ട തൂവലുകൾ വിറ്റ് അല്പ സുഖത്തിന് വേണ്ടി അവൻ്റെ വിലപ്പെട്ട തൂവലുകൾ വിറ്റ് അവൻ ഉപജീവനം കഴിക്കാൻ തുടങ്ങി. ഇന്ന് അനേകരും വിലയേറിയത് വിൽക്കുകയാണ്, വിലയേറിയത് വിറ്റ് കളയുകയാണ്. പറക്കാനുള്ള തൂവലുകൾ നിങ്ങൾ വിൽക്കുകയാണ്. ആത്മാവിൽ ചിറകടിച്ച് പറക്കാനുള്ള തൂവലുകൾ. ഒരു അല്പനേരത്തെ ഇമ്പത്തിന് വേണ്ടി, അല്പനേരത്തെ ക്ഷണിക സന്തോഷത്തിന് വേണ്ടി, നൈമിഷിക സുഖത്തിന് വേണ്ടി വിലപ്പെട്ടതും നിലനിൽക്കുന്നതുമായ സൗഭാഗ്യത്തെ വിറ്റുകളയുന്ന അനേകരുണ്ട്. ചിന്തിക്കൂ, നിങ്ങൾ ചിന്തിക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലുള്ള പാകപ്പിഴകൾ സംഭവിച്ചില്ലേ? വിലയേറിയ ആന്തരിക ജീവിതത്തിൻ്റെ സൗഭാഗ്യങ്ങൾ നിങ്ങൾ അല്പനേരത്തെ രസത്തിന് വേണ്ടി വിറ്റ് കളഞ്ഞില്ലേ? ശരീരത്തിൻ്റെ അല്പനേരത്തെ ഇമ്പത്തിന് വേണ്ടി വിറ്റ് കളഞ്ഞില്ലേ? കണ്ണിൻ്റെ ഇമ്പത്തിന് വേണ്ടി, നാവിൻ്റെ ഇമ്പത്തിന് വേണ്ടി, കാതുകളുടെ ഇമ്പത്തിന് വേണ്ടി, ഹൃദയത്തിൻ്റെ ഇമ്പത്തിന് വേണ്ടി, ശരീരത്തിൻ്റെ മാംസേച്ഛകൾക്ക് വേണ്ടി ഇല്ലേ? നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. വിഷയാസക്തിക്ക് വേണ്ടി നിങ്ങളുടെ വിലപ്പെട്ട നിക്ഷേപങ്ങൾ നിങ്ങൾ നശിപ്പിച്ച് കളഞ്ഞില്ലേ? സഹോദരങ്ങളെ, നിങ്ങൾ ആകമാനം എല്ലാവരെയും ഒരുമിച്ച് പറയുകയല്ല, നിങ്ങൾ ചിന്തിക്കാൻ പറയുകയാണ്. വിലയേറിയ നിധിയാണ് നിങ്ങൾ കളഞ്ഞത്, വിലപ്പെട്ട സമ്പത്താണ് കളഞ്ഞത്. വിലയേറിയ നിധി, വേദപുസ്തകം പറയും ഗുപ്തനിധി, ഗുപ്തനിധി, ഗോപനം ചെയ്യപ്പെട്ട നിധി, മറച്ചു വയ്ക്കപ്പെട്ട നിധി, ഒളിച്ചു വയ്ക്കപ്പെട്ട നിധി, അതാണ് കളഞ്ഞു പോയത്. ആരും എടുക്കാതെ കൊണ്ട് ഒളിച്ചു വെച്ചതായിരുന്നു. മറവിടങ്ങളിലെ ഗുപ്തനിധികൾ, അത് യെശയ്യാവ് പറയും, മറവിടങ്ങളിലെ ഗുപ്തനിധികൾ അതെല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞു. ദൈവത്തിന് സ്തോത്രം. സ്നേഹിത, ഇന്ന് നീ ഇത് കേൾക്കുമ്പോൾ ഒരു നിമിഷം നീ ചിന്തിക്കൂ, എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തെല്ലാമാണ് നഷ്ടപ്പെടുത്തിയത്, വിലയേറിയത് എന്തെല്ലാമാണ് ഞാൻ കളഞ്ഞത്. ഞാൻ അല്പനേരത്തെ രസത്തിന് വേണ്ടി, അല്പനേരത്തെ ഇമ്പത്തിന് വേണ്ടി, അല്പനേരത്തെ സുഖത്തിന് വേണ്ടി, ഒരു സാധാരണ മനുഷ്യരുടെ പ്രീതിക്ക് വേണ്ടി, വെറും സാധാരണ മനുഷ്യരുടെ അംഗീകാരത്തിന് വേണ്ടി ഞാൻ എൻ്റെ വിലപ്പെട്ട നിക്ഷേപങ്ങളെ ഞാൻ നശിപ്പിച്ചുവോ? ആളുകൾ എന്ത് പറയും? ആളുകൾ എന്ത് വിചാരിക്കും? ഞാൻ ആ കൂട്ടായ്മയിൽ പോയാൽ ആളുകൾ എന്ത് പറയും? ആളുകൾ എന്നെ ആക്ഷേപിക്കില്ലേ? എൻ്റെ വില കെട്ടു പോവില്ലേ? എൻ്റെ പ്രാധാന്യം കുറഞ്ഞു പോവില്ലേ? ആളുകളുടെ ഇടയിലുള്ള പോപ്പുലാരിറ്റി പോവില്ലേ? കൂട്ടായ്മയിൽ പോയി ഞാൻ എൻ്റെ ഭക്തരായി നടന്നാൽ ആളുകളുടെ മുമ്പിൽ എനിക്ക് വിലയില്ലാതായി പോവില്ലേ? അല്പനേരത്തെ രസം, അല്പനേരത്തെ സുഖം, അല്പനേരത്തെ ഇമ്പം, അല്പനേരത്തെ അംഗീകാരം, അതിനുവേണ്ടി നിങ്ങളുടെ വിലപ്പെട്ടതായ അനുഗ്രഹങ്ങൾ നിങ്ങൾ കളഞ്ഞില്ലേ? ചിന്തിക്കൂ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഒരു കാരണവശാലും സംഭവിക്കരുത്. ഒരു തൽക്കാലത്തിൽ ചെറിയ സൗകര്യത്തിന് വേണ്ടി നുണ പറയുന്നവരുണ്ട്. ചെറിയ സൗകര്യത്തിന് വേണ്ടി നിങ്ങൾ വ്യാജം പ്രവർത്തിക്കുന്നവരുണ്ട്, കൈക്കൂലി വാങ്ങുന്നവരുണ്ട്, അഴിമതിക്ക് കൂട്ടു നിൽക്കുന്നവരുണ്ട്, കള്ളക്കേസ് നടത്തുന്നവരുണ്ട്, കൊള്ളലാഭം എടുക്കുന്നവരുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എല്ലാം നാശത്തിലേക്കുള്ള ഗതികളാണ്, നാശത്തിലേക്കുള്ള വഴികളാണ്, നാശത്തിലേക്കുള്ള ഗതികൾ. ദൈവത്തിന് സ്തോത്രം. ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ് ഏശാവിനെ പോലെ അഭക്തനുമായി തീരുകയും ചെയ്യാതിരിക്കാൻ കരുതിക്കൊള്ളുവീൻ. ഏശാവിനെ പിന്നീട് നാം കാണുന്നുണ്ട്. ഏശാവ് വിഗ്രഹാരാധിയായി തീർന്നു. ഏശാവ് വിഗ്രഹാരാധിയായ ഒരു പെൺകുട്ടി വിവാഹം കഴിച്ചു. ഏശാവ് അവൻ്റെ വൈവാഹിക ജീവിതം പോലും തകർന്നു, അവൻ്റെ ആത്മീയ ജീവിതം തകർന്നു. ആ വിഗ്രഹാരാധിയായ പെൺകുട്ടിയെ വിവാഹം കഴിച്ചതുകൊണ്ട് അവനും വിഗ്രഹാരാധിയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, വിഗ്രഹാരാധിയായിട്ടുള്ള ബന്ധം അത് ഏശാവിനെ വിനയായി തീർന്നു. വേദപുസ്തകം പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം നോക്കാം. ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് വായിക്കാം. 27-ാം അധ്യായം എടുക്കാം. ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായത്തിൽ
യേശാവിനെക്കുറിച്ച് പറയുന്നിടത്ത് വളരെ വ്യക്തമായി പറയുന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വായിക്കാം 27:46 വാക്യം. പിന്നെ റിബേക്ക ഇസഹാക്കിനോട്, ഈ ഹിത്യ സ്ത്രീകൾ നിമിത്തം എൻ്റെ ജീവൻ എനിക്ക് അസഹ്യമായിരിക്കുന്നു. അമ്മ പറയുകയാണ്, എൻ്റെ മോൻ യേശാവിൻ്റെ ഭാര്യ നിമിത്തം, ഈ ഹിത്യസ്ത്രീ നിമിത്തം എൻ്റെ ജീവൻ എനിക്ക് അസഹ്യമായിരിക്കുന്നു. ഈ ദേശക്കാർത്തികളെ ഇവരെ പോലെയുള്ള ഒരു ഹിത്യ സ്ത്രീയെ യാക്കോബ് വിവാഹം കഴിച്ചാൽ ഞാൻ എന്തിനു ജീവിക്കുന്നു എന്ന് പറഞ്ഞു. യേശാവ് വിവാഹം കഴിച്ചതുപോലെ ഹിത്യസ്ത്രീയാണ് യാക്കോബ് വിവാഹം കഴിക്കുന്നെങ്കിൽ, എൻ്റെ മറ്റേ മോനും ഇതുപോലുള്ള പെൺകുട്ടിയാണ് വിവാഹം കഴിക്കുന്നെങ്കിൽ ഞാൻ എങ്ങനെ ജീവിക്കും? എങ്ങനെ ഈ കുടുംബത്തിൽ ഞാൻ കഴിയും? എൻ്റെ ദൈവമേ, ഞാൻ എന്തു വേണ്ടു? അമ്മ ഇരുന്ന് കരയുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ ചെറുപ്പക്കാർ പലരും ഈ വാക്കുകൾ കേൾക്കുന്നുണ്ടല്ലോ. നിങ്ങളുടെ മാതാപിതാക്കൾ ദുഃഖിക്കാനിട വരുത്തരുത് കേട്ടോ. മാതാപിതാക്കൾ കരയാനിട വരുത്തരുത്. നിങ്ങളുടെ പ്രേമബന്ധം കൊണ്ടോ നിങ്ങളുടെ വിവാഹത്തിനുള്ളതായ തീരുമാനം കൊണ്ടോ നിങ്ങളുടെ മാതാപിതാക്കൾ കരയാനിട വരുത്തരുത്. മാതാപിതാക്കളുടെ ഉള്ളങ്ങളെ തണുപ്പിച്ചു കൊള്ളുക. മാതാപിതാക്കളുടെ ഹൃദയങ്ങളെ നിങ്ങൾ തണുപ്പിച്ചു കൊള്ളുക. അവർ വേദനിക്കാനിട വരുത്തരുത്. അവർ നൊമ്പരപ്പെട്ട് കരയാനിട വരുത്തരുത്. അവരാരും അറിയാതെ കരയാൻ നിങ്ങളുടെ വരുത്തരുത്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ജീവിതം അത് അനുഗ്രഹമായി തീരണമെങ്കിൽ നിങ്ങൾ മാതാപിതാക്കളെ മാനിക്കുക, മാതാപിതാക്കളെ അനുസരിക്കുക, മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ടിരിക്കുക, അവരുടെ അഭിമതത്തിന് കീഴ്പ്പെട്ടിരിക്കുക. ഇപ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലായില്ല എന്ന് വരും. അമ്മ പറയുന്നത് നിനക്ക് മനസ്സിലായില്ല എന്ന് വരും. അപ്പൻ പറയുന്നത് മോനെ നിനക്ക് മനസ്സിലായില്ല എന്ന് വരും. അവർ പഴഞ്ചന്മാരാണെന്ന് നിനക്ക് തോന്നും. അപ്പൻ പഴഞ്ചനല്ലേ, വിദ്യാഭ്യാസമില്ല, അപ്പൻ വെറും കൺട്രിയാണെന്നൊക്കെ നിനക്ക് തോന്നും. നിൻ്റെ അത്രയും പരിഷ്കാരമില്ല, നിൻ്റെ അത്രയും ഇന്നത്തെ രീതിയിലുള്ളതായ ആഡംബര പ്രൗഢിയൊന്നുമില്ല എന്ന് നിനക്ക് തോന്നും. പക്ഷേ കുഞ്ഞെ പറഞ്ഞു തരാം, നീ അനുസരിച്ചുകൊള്ളൂ, കണ്ണുടച്ചനുസരിച്ചുകൊള്ളൂ, അനുഗ്രഹമായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഇതെല്ലാം വിഡ്ഢിത്തമാണെന്ന് തോന്നുന്ന ആളുകൾ കാണും. പക്ഷേ ഈ സാറി പറയുന്നതെല്ലാം ഒരുപക്ഷെ ഒരു പമ്പര വിഡ്ഢിത്തമല്ലേ തോന്നുന്ന ആളുകൾ കാണും. പക്ഷേ ഞാൻ പറഞ്ഞു തരാം, വളരെ പ്രായോഗികമായി പറഞ്ഞു തരാം, അനുസരിച്ചുകൊള്ളൂ, അനുഗ്രഹമാണ്. ദൈവത്തിന് സ്തോത്രം. അനുസരിക്കൂ, മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ടിരിക്കൂ, അധ്യാപകർക്കും കീഴ്പ്പെട്ടിരിക്കൂ. ദൈവത്തിന് സ്തോത്രം. അധ്യാപകരുടെ കണ്ണിലുണ്ണികളായി നിങ്ങൾ നിൽക്കൂ. അധ്യാപകരുടെ കണ്ണിലുണ്ണികളായി നിൽക്കുക. എന്തൊരു ഭാഗ്യപദവിയാണെന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം. അധ്യാപകരുടെ കണ്ണിലുണ്ണികളായി നിൽക്കുക. അവരുടെ ഓമനപാത്രങ്ങളായി നിങ്ങൾ നിൽക്കുക. ആരോമലുണ്ണികളായി നിങ്ങൾ നിൽക്കുക. അധ്യാപകർ നിങ്ങളെ ഓർത്ത് അഭിമാനിക്കുന്നവരായി നിങ്ങൾ നിൽക്കുക. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടെന്ന് എനിക്ക് തോന്നുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഒരു വർഷമേ കോളേജിൽ പഠിച്ചുള്ളൂ, B.Ed ക്ലാസ്സിൽ. അന്ന് എന്നെ പഠിപ്പിച്ച കോളേജിൻ്റെ പ്രിൻസിപ്പൽ സുകുമാർ അഴീക്കോട്, പ്രസിദ്ധനായ ഒരു സാഹിത്യകാരനാണ്. അദ്ദേഹത്തെ ഒരു ദിവസം ഞാനിവിടെ വിളിച്ചുകൊണ്ട് വന്നു. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹത്തിന് അന്ന് എവിടെയോ പ്രസംഗമുണ്ട്. പക്ഷേ ഇവിടെ കോലഞ്ചേരി കോളേജിൽ അദ്ദേഹം ഒരു പ്രസംഗം കഴിഞ്ഞ് പോകാൻ നിർത്തി പറഞ്ഞു, സാർ ഒന്ന് എൻ്റെ വീട്ടിൽ വരണം. വിളിച്ച് ഞങ്ങൾക്ക് വന്നിരുന്നു, സംസാരിച്ചു. ഞാനിരുന്നില്ല, ഞാൻ അദ്ദേഹത്തെ വിനയപൂർവ്വം അദ്ദേഹത്തെ ആദരിച്ചുകൊണ്ട് ഞാനിവിടെ നിന്നു. അദ്ദേഹം ഇവിടെ ഞങ്ങൾ കൊടുത്ത ഭക്ഷണമെല്ലാം കഴിച്ചു. അത് കഴിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ഏറെ നേരം സംസാരിച്ചിരുന്ന് അദ്ദേഹത്തിന് ഞാൻ ഓർക്കുകയാണ്, വർഷങ്ങൾക്ക് മുമ്പല്ലേ ഞാൻ B.Ed പഠിച്ചത്. എൻ്റെ പേര് അദ്ദേഹം ഓർക്കുന്നു, എൻ്റെ സ്വഭാവം അദ്ദേഹം ഓർക്കുന്നു, എൻ്റെ പരീക്ഷ പേപ്പർ അദ്ദേഹം ഓർക്കുന്നു, ഞാൻ ഇംഗ്ലീഷ് എലക്യൂഷൻ കോമ്പറ്റീഷനും മലയാളം എലക്യൂഷൻ കോമ്പറ്റീഷനൊക്കെ ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് അദ്ദേഹം ഓർക്കുന്നു. അദ്ദേഹം എനിക്ക് സമ്മാനം തന്നു ഓർക്കുന്നു, ജനറൽ പ്രൊഫഷൻസിക്ക് സമ്മാനം തന്നു ഓർക്കുന്നു. എല്ലാം അദ്ദേഹം ഓർക്കുന്നു. ഓരോന്നോരോന്ന് എടുത്തു പറഞ്ഞ് അദ്ദേഹം എന്നെ വളരെ വളരെ ഓമനിക്കുന്നു ഞാൻ കണ്ടു. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയട്ടെ, ഞാൻ ഒരു വർഷമേ കോളേജിൽ പഠിച്ചുള്ളൂ. ദൈവത്തിന് സ്തോത്രം. വീണ്ടും നാനാ ദേശങ്ങളിൽ നിന്ന് കേൾക്കുന്നവർക്ക് വേണ്ടി ഒരു കാര്യം പറയാം. എറണാകുളം മഹാരാജ് കോളേജിലെ മലയാളം ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രൊഫസർ P.V. കൃഷ്ണൻ നായരും പ്രൊഫസർ C.L. ആൻ്റണി മാഷും ഞാൻ അവരുടെ മുറിയിൽ ചെന്ന്, കൃഷ്ണൻ നായർ മാഷയുടെ വീട്ടിൽ ചെന്ന് ഇരുന്ന് ഞാൻ പഠിച്ചു. ഞാൻ പ്രൈവറ്റായിട്ട് പഠിച്ച ആളാണ്. പക്ഷേ ആ വീട്ടിൽ ചെന്നിരുന്ന് ഞാൻ പഠിച്ചു. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയട്ടെ, ഞാൻ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻ്റ് അല്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞു, യോഹന്നാൻ ഈ കോളേജിൽ ചേർന്ന് പഠിക്കുക. ദൈവത്തിന് സ്തോത്രം. ആൻ്റണി മാഷും പറഞ്ഞു, യോഹന്നാൻ ഈ കോളേജിൽ ചേർന്ന് പഠിക്കുക. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഞാൻ എന്തിനാ പറഞ്ഞതെന്നറിയാമോ? ഞാൻ ദൈവത്തിന് സ്തോത്രം. എനിക്ക് തുടർന്ന് അവിടെ പഠിക്കാൻ പറ്റിയില്ല. അപ്പോഴത്തേക്ക് B.Ed അഡ്മിഷൻ കിട്ടിയതുകൊണ്ട് ഞാൻ പോയി. പക്ഷേ ഞാനൊരു കാര്യം പറയാം, അവർക്കെല്ലാം ഒരു ചുരുങ്ങിയ കാലയളവേ എന്നെ അവരവരുടെ വീട്ടിലിരുത്തി പഠിപ്പിച്ചുള്ളൂ. പക്ഷേ അതെല്ലാം എനിക്ക് അവിസ്മരണീയമായ ദിവസങ്ങളായിരുന്നു. കാരണം അവരെല്ലാം മഹാന്മാരായിരുന്നു. അവരുടെ വിദ്യാർത്ഥികളെ, പഠിക്കുന്ന വിദ്യാർത്ഥികളെ, സ്വഭാവശുദ്ധിയുള്ള വിദ്യാർത്ഥികളെ മാനിക്കുന്നവരായിരുന്നു. ഞാനത്ര സ്വഭാവശുദ്ധിയുള്ളവരാണെന്ന് ഞാൻ ഭാവിക്കുകയല്ല. പക്ഷേ എന്നെ വലിയ വാത്സല്യമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ അനേകം ആളുകൾ ഇരിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ഓർത്ത് നെടുവേർപ്പെടാൻ വകയുള്ളവർ കാണും. അധ്യാപകരെ വേദനിപ്പിച്ചവർ, അധ്യാപകരെ നൊമ്പരപ്പെടുത്തിയവർ, അധ്യാപകരുടെ ഉള്ളത്തെ വേദനിപ്പിച്ചവർ, അധ്യാപകരുടെ ഉള്ളത്തെ നീറ്റിയവർ ആരെങ്കിലുമൊക്കെ ഉണ്ടോ? നിങ്ങൾ ചിന്തിച്ചാൽ കൊള്ളാം. അധ്യാപകർ നിങ്ങളെ ഓർത്ത് കരഞ്ഞ അനുഭവങ്ങൾ. ദൈവത്തിന് സ്തോത്രം.
ചില ലേഡി ടീച്ചേഴ്സ് നിങ്ങൾ ചിലരെ ഓർത്ത് കരഞ്ഞിട്ടുണ്ടാകും. നിങ്ങളുടെ ചില പെരുമാറ്റം ഓർത്ത്, നിങ്ങളുടെ ചില വഷളത്വം ഓർത്ത്, നിങ്ങളുടെ ചില സദാചാര വിരുദ്ധമായ പ്രവർത്തന പദ്ധതികൾ കണ്ട് വേദനിച്ചവർ കാണും. ദൈവത്തിന് സ്തോത്രം. നിങ്ങളിരുന്ന് കരയണം. ഇപ്പോൾ അധ്യാപകരെ കണ്ട് മാപ്പി വയ്ക്കാൻ നിർവാഹമില്ല, അവരക്കരയ്ക്ക് കടന്നുപോയി കാണും. പക്ഷേ ഇരുന്ന് കരഞ്ഞോളണം. കർത്താവേ, എല്ലാ പാവവും ക്ഷമിച്ചു തരണമേ, എല്ലാ പാവവും പുറത്തു തരണമേ. ദൈവത്തിന് സ്തോത്രം. അല്പനേരത്തെ രസത്തിന് വേണ്ടി, മറ്റു കൂട്ടുകാരെ ചിരിപ്പിക്കാൻ വേണ്ടി, കൂട്ടുകാരെ രസിപ്പിക്കാൻ വേണ്ടി അധ്യാപകരെ കളിയാക്കിയവരുണ്ട്. കൂട്ടുകാരുടെ മുമ്പിൽ വലിയ ആളാവാൻ വേണ്ടി, ഷൈൻ ചെയ്യാൻ വേണ്ടി അധ്യാപകരെ കളിയാക്കിയവരുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള അപകടങ്ങൾ സംഭവിച്ചവരെല്ലാം ഇരുന്ന് ഏങ്ങലടിച്ച് കരയണം. ദൈവത്തിന് സ്തോത്രം. ആരുടെ മുമ്പിൽ? യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ. എല്ലാം പഴയ കാലങ്ങളിലേക്ക് നോക്കി തിരുത്തിക്കൊള്ളുക. ദൈവത്തിന് സ്തോത്രം. പഴയ കാലങ്ങളിലേക്ക് നോക്കി തിരുത്തിക്കൊള്ളുക. മാതാപിതാക്കളുടെ അനുഗ്രഹം വാങ്ങിക്കൊള്ളണം, അധ്യാപകരുടെ അനുഗ്രഹം വാങ്ങിക്കൊള്ളണം. അവർ പക്ഷേ കടന്നു പോയെങ്കിലും നിങ്ങൾ ഏകാന്തത്തിൽ നിന്ന് കരഞ്ഞ് അവരുടെ അനുഗ്രഹം നിങ്ങൾ ആത്മാവിൽ പ്രാപിച്ചു കൊള്ളണം. ദൈവത്തിന് സ്തോത്രം. ആ പാപത്തിൻ്റെ പരിഹാരം വരുത്തിക്കൊള്ളണം. നിങ്ങൾ ചിന്തിച്ചു കൊള്ളണം. ഒരുപക്ഷേ അമ്മായിയമ്മ കടന്നുപോയി എങ്കിൽ അമ്മായിയമ്മയുടെ അനുഗ്രഹം നീ മേടിച്ചു കൊള്ളണം മോളെ. ദൈവത്തിന് സ്തോത്രം. ദൈവമേ, നിൻ്റെ ഭർത്താവ് കടന്നുപോയി, പക്ഷേ ഇപ്പോൾ അദ്ദേഹം ഭൂമിയിലില്ല എങ്കിൽ ഭർത്താവിൻ്റെ അനുഗ്രഹം നീ വാങ്ങിക്കൊള്ളണം. ദൈവത്തിന് സ്തോത്രം. കരഞ്ഞ അനുഗ്രഹം വാങ്ങിക്കൊള്ളണം. നിങ്ങൾക്ക് ഈ ചിന്തിക്കാൻ വക കാണും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. കുടുംബജീവിതത്തിൽ അനുഗ്രഹം വാങ്ങിക്കൊള്ളണം. അപ്പൻ്റെ അനുഗ്രഹം വാങ്ങിക്കൊള്ളണം, അമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കൊള്ളണം. അല്ല, നിങ്ങളുടെ ഗ്രാൻഡ് ഫാദറിൻ്റെയോ ഗ്രാൻഡ് മദറിൻ്റെയോ അനുഗ്രഹം വാങ്ങിക്കൊള്ളണം. പ്രിയപ്പെട്ടവരെ, ഭർത്താവിൻ്റെയോ ഭാര്യയുടെ അനുഗ്രഹം വാങ്ങിക്കൊള്ളണം. നിങ്ങളുടെ അധ്യാപകരുടെ അനുഗ്രഹം വാങ്ങിക്കൊള്ളണം. എന്തിന്? ഈ ലോക ജീവിതത്തിൽ ജീവിക്കുന്ന കാലം വളരെ ക്ഷണികമാണ്, വെറും താൽക്കാലികം. കൈപ്പുള്ള പേര് മുളച്ച് കലക്കം ഉണ്ടാക്കരുത്. അനേകർ അതിനാൽ മലിനപ്പെടാൻ ഇടവരരുത്. ദുർനടപ്പുകാരുണ്ടാകാൻ ഇടവരരുത്. മാത്രമല്ല, ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റ് കളഞ്ഞ യേശാവിനെ പോലെ അഭക്തരായി തീരാൻ ഇടവരരുത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ആരെയും വേദനിപ്പിക്കരുത്, ആരുടെ ഉള്ളത്തെ നോവിക്കരുത്, ആരുടെ ഉള്ളം നിങ്ങളെ ഓർത്ത് കരയാനിട വരുത്തരുത്. ദൈവത്തിന് സ്തോത്രം. ആരും കരയാനിട വരുന്നത് നല്ലതല്ല, ഭാവിക്ക് നല്ലതല്ല. നിങ്ങളെ ഓർത്ത് ആരും കരയാനിട വരരുത്, ഉള്ളം കരയാനിട വരരുത്. പുറമേ ഒരുപക്ഷെ കരഞ്ഞില്ലായിരിക്കാം, ആരും കരയാനിട വരരുത്. മോനെ, നിൻ്റെ പെരുമാറ്റം കൊണ്ട് നിൻ്റെ ഭാര്യ കരയാനിട വരരുത്. മോനെ, നിൻ്റെ സംസാര രീതി കൊണ്ട് ആ സാധുവിൻ്റെ ഹൃദയം മുറിപ്പെടുത്തരുത്. ആ പാവപ്പെട്ട നിരപരാധിയായ സ്ത്രീ അവളുടെ അപ്പനെയും അമ്മയെയും വിട്ട് നിന്നോട് പറ്റിച്ചേർന്ന് നിൽക്കുകയല്ലേ. ആ പാവം സ്ത്രീയെ നീ കരയിപ്പിക്കരുത്, അവളുടെ ഉള്ളത്തിൽ നോവിക്കരുത്. ചില ഭർത്താക്കന്മാരുണ്ട്, ഭാര്യ ഊണ് കഴിച്ചോ ചിന്തയില്ല, മക്കൾ കഴിച്ചോ ചിന്തയില്ല, മക്കൾക്ക് വസ്ത്രമുണ്ടോ ചിന്തയില്ല, മക്കൾ പഠിക്കാൻ കോളേജിൽ പോകുന്നുണ്ടോ ചിന്തയില്ല, അവർ വല്ലതും പഠിക്കുന്നുണ്ടോ ചിന്തയില്ല, ഭാര്യ വല്ല ഭക്ഷണം കഴിച്ചോ, അവൾക്ക് സാരിയുണ്ടോ ചിന്തയില്ല, എനിക്ക് തിന്നണം, എനിക്ക് കുടിക്കണം, എനിക്ക് സൂഹിക്കണം, ഇങ്ങനെ മാത്രം ചിന്തിക്കുന്ന ചില ഭർത്താക്കന്മാരുണ്ട്. മക്കളെ, നല്ലതല്ല. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ജീവിതത്തിൽ സനാതന മൂല്യങ്ങളെ കൈമുതലാക്കി പിടിക്കുക. സനാതന മൂല്യങ്ങൾ, ദൈവത്തിന് സ്തോത്രം. സാൻമാർഗീയ മൂല്യങ്ങൾ, സദാചാര മൂല്യങ്ങൾ, അതെല്ലാം നിങ്ങളുടെ കൈവശമായിരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഒരു പ്രാവശ്യം കൂടി നമുക്ക് വായിക്കാം. 12-ാം അധ്യായം 15-16 വാക്യങ്ങൾ. ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള വേരും മുളച്ച കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും ആരും ദുർനടപ്പുകാരനോ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ യേശാവിനെ പോലെ അഭക്തനോ ആയിത്തീരുകയും ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുവീൻ. ഇല്ലെങ്കിലോ എന്ത് സംഭവിക്കും? അവൻ പിന്നത്തേതിൽ അനുഗ്രഹം ലഭിപ്പാൻ ആഗ്രഹിച്ചു, കണ്ണുനീരോടെ അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ടു, മാനസാന്തരത്തിന് ഇടകണ്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. യേശാവ് പിന്നത്തിൽ അനുഗ്രഹം ലഭിപ്പാൻ ആഗ്രഹിച്ചു. യേശാവ് എന്ന് അപ്പനോട് പറഞ്ഞു, അപ്പ എന്നെ അനുഗ്രഹിക്കണമേ. മോനെ, നിൻ്റെ അനുഗ്രഹം നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ. നിൻ്റെ അനുഗ്രഹം നീ തന്നെയല്ലേ നഷ്ടപ്പെടുത്തി കളഞ്ഞത്. നിൻ്റെ ജ്യേഷ്ഠാവകാശം നീ അലക്ഷ്യമായി കളഞ്ഞല്ലോ. അതുപോലല്ലേ യാക്കോബ് ജ്യേഷ്ഠാവകാശം, നിൻ്റെ ജ്യേഷ്ഠാവകാശം കിട്ടിയതുകൊണ്ടല്ലേ യാക്കോബ് അനുഗ്രഹം വാങ്ങിക്കൊണ്ടുപോയത്. മോനെ, നീ അറിഞ്ഞില്ല, യാക്കോബ് എല്ലാ അനുഗ്രഹങ്ങളും കൈവശമായി കഴിഞ്ഞു. അപ്പോൾ അവൻ പൊട്ടിക്കരഞ്ഞു. അപ്പോൾ നിനക്കൊരനുഗ്രഹം മാത്രമേ ഉള്ളൂ. അപ്പോൾ നിനക്കൊരനുഗ്രഹം മാത്രമേ ഉള്ളൂ. എന്നെയും കൂടി അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് യേശാവ് പൊട്ടിക്കരഞ്ഞു എന്നാണ് വേദപുസ്തകം പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായം വായിക്കൂ. അവിടെ നമുക്ക് കാണാം, വായിക്കാം. യേശാവ് പിതാവിനോട് നിനക്ക് ഒരു അനുഗ്രഹം മാത്രമേ ഉള്ളൂ അപ്പാ, നിനക്കൊരു അനുഗ്രഹം മാത്രമേ ഉള്ളൂ അപ്പാ, എന്നെയും കൂടി അനുഗ്രഹിക്കണമേ അപ്പാ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു. എന്നെയും കൂടി അനുഗ്രഹിക്കണമേ അപ്പാ എന്ന് പറഞ്ഞ് യേശാവ് പൊട്ടിക്കരഞ്ഞു. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, നിങ്ങൾ പിന്നീട് അനുഗ്രഹം ലഭിക്കാൻ ആഗ്രഹിച്ച് കണ്ണുനീരോടെ അപേക്ഷിച്ചാലും തള്ളപ്പെടും. ഇന്ന് സുപ്രസാദകാലം, ഇന്ന് രക്ഷാദിവസം, ഇന്ന് യാചിക്കാം, ഇന്ന് അനുദപിക്കാം, ഇന്ന് മാനസാന്തരപ്പെടാം, ഇന്ന് തിരിഞ്ഞു വരാം, ഇന്ന് ജീവിതം മാറ്റാം, ഇന്ന് രാജാധിരാജൻ്റെ കരങ്ങളിലേക്ക് ജീവിതം കൊടുക്കാം, ഇന്ന് യേശുനാഥൻ്റെ അരുമകരങ്ങളിലേക്ക് നിങ്ങളുടെ ഭാവി ഏൽപ്പിച്ചു കൊടുക്കാം,
ഇന്ന് തിരിയാനുള്ള സമയമാണ്. ഇന്ന് ജീവിതത്തിൽ വന്നുപോയ പാകപ്പഴയോർത്ത് കരയാനുള്ള ദിവസമാണ്. സഹോദരങ്ങളെ, നിങ്ങൾക്കിരുന്ന് കരയാൻ വിഷയങ്ങളുണ്ടോ? അനുഭവിക്കാൻ വിഷയങ്ങളുണ്ടോ? എങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഇരുന്ന് കരയാൻ തുടങ്ങുക. ഇവിടെ തുടങ്ങിയാൽ തീരരുത്. തുടർന്ന് നിങ്ങളുടെ ജീവിതത്തിലിരുന്ന് അനുഭവിച്ചു കൊള്ളുക. കർത്താവേ, തെറ്റുകളേറെ വന്നുപോയി, അനർത്ഥങ്ങളേറെ വന്നുപോയി. ഞാൻ മൂലം ഒരു കുടുംബത്തിമേ ശാപം വന്നുപോയി. എൻ്റെ മക്കൾക്ക് ഞാൻ മൂലം ദോഷം വന്നുപോയി. എൻ്റെ മക്കൾ നാനാവിധമായി പോകാൻ കാരണം ഞാൻ തന്നെയാണ്. എൻ്റെ കർത്താവേ, എൻ്റെ മക്കൾ ഇന്ന് വലയാൻ കാരണം ഞാനാണ്. ഞാൻ ഒരുവനാണ്. കർത്താവേ, നീ എന്നോട് ക്ഷമിക്കണമേ. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുമോ? നിങ്ങളുടെ ജീവിതം കർത്താവിന് കൊടുക്കുമോ? അവൻ്റെ കരങ്ങളിലേക്ക് കൊടുത്താൽ അവൻ നിങ്ങൾക്ക് ക്ഷമിച്ചു തരും, എല്ലാം കഴുകിത്തരും. ഇന്ന് കഴുകുന്ന കാലമാണ്, ഇന്ന് കഴുകുന്ന ദിവസമാണ്. ഇന്ന് നിങ്ങളുടെ പാവങ്ങൾ ക്ഷമിക്കുന്ന സമയമാണ്. ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. ഇപ്പോൾ തന്നെ സുപ്രസാദ കാലം, ദൈവത്തിൻ്റെ പ്രസാദമുള്ള കാലമാണ്. കൃപയുടെ യുഗമാണ്, കൃപാകാലമാണ്. പെട്ടകം തുറന്നിരിക്കുന്ന സമയമാണ്. ഏതൊരു ഓടി വരൂ, അകത്ത് കടക്കൂ. ദൈവത്തിന് സ്തോത്രം. അകത്ത് കടന്ന് ദൈവത്തെ സ്തുതിക്കൂ. ദൈവത്തിന് സ്തോത്രം. പെട്ടകത്തിൽ കടന്ന് ദൈവത്തെ വാഴ്ത്തൂ. ദൈവത്തിന് സ്തോത്രം. പാപമോചനത്തിന് വേണ്ടി കരയൂ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപമൊക്കെ ശുദ്ധീകരിക്കുന്നു. സകലവും കഴുകി തരുന്ന രക്തം, കയ്പ് മാറ്റുന്ന രക്തം, മധുരം പകരുന്ന രക്തം. ഇന്ന് തിരുരക്തത്തിൽ നിങ്ങൾ ആശ്രയിക്കൂ. അവന് തിരുവിലാവിൽ നിന്ന് ഒഴുകുന്ന തിരുരക്തത്തിൽ നിങ്ങൾ ആശ്രയിക്കൂ. ദാഹം മാറ്റുന്ന രക്തം, അന്തർദാഹം നീക്കുന്ന രക്തം, കഷ്ടതകൾ മാറ്റുന്ന രക്തം, പാപിയെ ശുദ്ധീകരിക്കുന്ന രക്തം, അശുദ്ധനെ വിശുദ്ധനാക്കുന്ന രക്തം. ഇന്ന് ഈ സമയം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മേലെ ആ തിരുരക്തം തളിക്കട്ടെ. ആ തിരുരക്തത്തിൽ നിങ്ങൾ കഴുകപ്പെടട്ടെ. ആ തിരുരക്തം നിങ്ങളെ വിശുദ്ധരാക്കട്ടെ. ആ തിരുരക്തം നിങ്ങൾക്ക് അനുഗ്രഹം പകരട്ടെ. നിങ്ങളുടെ മേലുള്ള ശാപങ്ങൾ മാറ്റട്ടെ. എല്ലാ തിന്മകളും ദൂരീകരിക്കട്ടെ. മോഷണവും കവർച്ചയും നിങ്ങളിൽ നിന്ന് മാറ്റിക്കളയട്ടെ. നിങ്ങളുടെ സ്വഭാവത്തിൽ സംശുദ്ധി പകരട്ടെ. ഭാവി ശോഭനമാക്കട്ടെ. തലമുറയായി അനുഗ്രഹം ലഭിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനേ, മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹ നിമിഷങ്ങൾക്കായി ഞങ്ങളെ സ്തുതിക്കുന്നു. നിൻ്റെ മക്കളെ തൊടണമേ, നിൻ്റെ മക്കളെ അനുഗ്രഹിക്കണമേ. എല്ലാവരെയും അനുതാപത്തിൻ്റെ ആത്മാവ് സ്പർശിച്ച് സത്യ അനുതാപത്തിലേക്കും പശ്ചാത്താപത്തിലേക്കും നയിക്കണമേ. എൻ്റെ നാഥ, അതിൻ്റെ രണ്ടാമത്തെ വേണ്ടി എല്ലാവരെയും ഒരുക്കണമേ. യേശുനാഥൻ്റെ സ്നേഹ നിർനാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.